ഇന്ന് നമ്മൾ മത്തിക്കറിയാണ് വെക്കാൻ പോകുന്നത്. ചട്ടി ഒടിച്ച് ഒഴിവാക്കുന്നത്. പിന്നെ ഇത് മുളക്, ഉള്ളി, ഇഞ്ചി. കറക്റ്റ് ആട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, നല്ലോണം ചൂടാവുന്നുണ്ട്. ഇനി ലളിതമ്മ വന്നിട്ട് തീ ചെറുതായിട്ടാണോ കത്തുന്നേ? നമുക്ക് കത്തിക്കാം. അപ്പൊ അമ്മ എണ്ണ ഒഴിക്കാൻ പോവാണ്. ജെല്ലി വേണ്ട, ഐസും കട്ട പോലെ ഉണ്ടല്ലേ. അത് ഇവിടുത്തെ തണുപ്പുകാരനെ തണുത്തിട്ട് കട്ട ചെയ്താ വലിയത്. അമ്മ അലിത്തോട്ടത് അതലിത്തോളൂ. എണ്ണ ഒഴിച്ച് കുറച്ച് കൂടിപ്പോയി. ഇല്ലല്ലോ, തീ കത്തുന്നുണ്ടോ? രജിയും മണിക്കുട്ടനും കൂടെ പേപ്പർ ഇനി എണ്ണ ചൂടാവട്ടെ. എടാ വണ്ടി കറച്ചിട്ടിൽ വീഴൂടാ. കടുക് ഇട്ടു അമ്മ അല്ലേ? അമ്മ കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നിമിഷത്തിനാണ് ആഘോഷം തുടങ്ങും. എന്താഘോഷം? ഇവനുണ്ടല്ലോ ചുമ്മാ ഡയലോഗ് അടിയാണ് കേട്ടോ. എന്താഘോഷാടാ? പൊട്ടട്ടെ. ആഘോഷം തുടങ്ങും പൊട്ടിക്കഴിഞ്ഞ. കടുകുകൾ തമ്മിൽ ഡാൻസ് കളിക്കും. എന്നാ പൊട്ടട്ടെ. ആഘോഷം തുടങ്ങിയിട്ടുണ്ട് നമ്മളെ. കടുക് ഡാൻസ് കളിക്കുന്നില്ലേ? അവിടെ മല്ലിപ്പൊടി പച്ച കടുകായിട്ടോ. ഓക്കെ, പൊട്ടിക്കഴിഞ്ഞു. അമ്മ ഇനി എണ്ണയും കൂടി ഒന്ന് പൊട്ടും. എണ്ണ പൊട്ടില്ല മോനെ. പൊട്ടിയതോ ഇപ്പൊ? അതെന്താന്നറിയോ? ഇതിലൊക്കെ വെള്ളത്തിന്റെ ഇതുണ്ടാവില്ല, അപ്പൊ അതാണ് ഇങ്ങനെ ചീനൊച്ച. കുഞ്ഞൻ പോയി മല്ലിപ്പൊടി എടുത്തിട്ട് വന്നു. കുഞ്ഞാ കാണിക്ക്. നീ അത് തുറന്ന് പൊട്ടിക്കരുത്. അല്ല ഇപ്പഴും ഇടാനായില്ല, അത് മൂക്കട്ടെ മോനെ. അതിനി മൂക്കട്ടെ. നമുക്ക് മൂക്കട്ടെ, എന്നിട്ട് ഇനി ബാക്കി വീഡിയോ. അതെ, മണിക്കുട്ടനെ ഇളക്കുവാണ്. ഇളക്കിട്ട് പുറത്ത് കളയരുത് പ്ലീസ്. അങ്ങനെയല്ല മോനെ, ഇങ്ങോട്ട് രുചി കാണിച്ചരാ. ഇങ്ങനെ വെച്ചിട്ട് കുഞ്ഞിനൊന്ന് ഇളക്കാൻ കൊടുത്ത്. പാവല്ലേ? കുഞ്ഞിനൊന്ന് കൊടുക്ക്, പാവം കുഞ്ഞ്. ഇളക്ക് കുഞ്ഞാ. ഇതാ കുഞ്ഞൻ ഇളക്കുന്നു. അവന് പേടി. അങ്ങനെയല്ല, ലളിതമ്മ കറിവേപ്പില പറിക്കാൻ പോയതാന്ന് തോന്നൂല്ലേ? ഓ ശരി സാർ, ഇളക്ക്. അയ്യോ, തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷവും ചുമയും തുമ്മലൊക്കെ. നല്ല മൂക്കട്ടെ. ഇനി പൊടി ഇടാൻ പോവുകയാണ്. അവരടി കൂടുക, രണ്ടുപേർക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട്. മല്ലിപ്പൊടി മല്ലിപ്പൊടി കുഞ്ഞിനിടാൻ കൊടുക്കമ്മേ, പാവം. ലളിതമ്മ തുറന്നു തരൂടാ. പതുക്കെ വീഴാതെ. മല്ലിപ്പൊടി ഇട്ടു. അവനാണ് യൂട്യൂബർ, അതുകൊണ്ട് അവൻ ഇളക്കൊന്ന് മണിക്കുട്ടൻ. യൂട്യൂബ് ചാനലുകാരൻ. എന്നിട്ട് പിന്നെ നല്ലോണം എന്താ പറയാത്ത? അതന്നെ പറയുമ്പോ അവന് ഭയങ്കര അങ്ങനെയൊന്നും നോക്കണ്ടത്. എന്താ അവൻ പനിനീര് തളിക്കും പോലെ തളിക്കുക കിടന്നിട്ട്. ഇത് കാശ്മീരി ചില്ലിയാണല്ലേ മാം? കളർ ഉണ്ടാവും, എരിവ് കുറവായിരിക്കും. നമ്മുടെ ഇവിടെ എരിവ് അങ്ങനെ ഇടൂല. ഇതൊക്കെ കുഞ്ഞൻ അവിടെ കൊണ്ടുവെക്കാം. ഇനി നല്ല അത് മൂത്ത് വരണം, പൊടിയെല്ലാം മൂക്കട്ടെ. അങ്ങനെ ഒച്ച എടുക്കല്ലേ, ചൂട് കൊള്ളുന്നുണ്ട്. പുളി വീണിട്ടുണ്ട്, കളഞ്ഞോ. അമ്മ ഉച്ചയാകുമ്പോ വരും. തട്ടല്ലേ. ഇനി വെള്ളം വെട്ടി തെളിച്ചിട്ട് നമുക്ക് മത്തിക്കുട്ടന്മാരെ ഇടാം. ഞാനൊരു വട്ടം കളക്കട്ടെ. ഒന്ന് കലക്കാൻ കൊടുക്കുമ്പോ അവന്. പോരെ? ഓക്കെ ഓക്കെ ഓക്കെ. ഉത്തരം കണ്ടോ? മണിക്കുട്ടൻ പുകയടിച്ചിട്ട് കരയെ, കണ്ണീര് വന്നു. കുഞ്ഞനെ നോക്കട്ടെ. കുഞ്ഞാ നോക്ക്. കുഞ്ഞിന്റെ തുടച്ചു കളഞ്ഞ്. നല്ല പുകയാണ്.
പിന്നെ നല്ല പേരയ്ക്കും ആ പേരൊക്കെ തിന്നുന്നുണ്ടോ? മതി മണിക്കൂട്ട, അത് തിളക്കട്ടെ. മത്തീന്റെ മുട്ട. ആ മത്തിമുട്ട നല്ല രസമായിരിക്കും, എനിക്കിഷ്ടാ. ഇത് ശരിക്കും പൊരിച്ച് തിന്നണം. ഇപ്പത്തെ വെളിച്ചെണ്ണേന്റെ വില അനുസരിച്ച് മാക്സിമം എണ്ണയൊന്നും ഒഴിക്കാതെ തിന്നുന്നതാണ് നല്ലത് അല്ലേ? അല്ല, 460 രൂപയാണ് നമ്മൾ ഒരാഴ്ച മുമ്പ് വെളിച്ചെണ്ണ വാങ്ങിയത്. ആണോ? അതിലും കൂടിയിട്ടുണ്ടോ? എനിക്ക് കൊതിയാ. എന്ത് മീൻ മുട്ട വെന്തിട്ട് തരുമോ? എനിക്ക് മീൻ വേണ്ട, എനിക്ക് മുട്ട. ഓക്കെ, അപ്പം മത്തിക്കുട്ടന്മാരെല്ലാം അതില് സെറ്റായി കിടപ്പുണ്ട്. ഇവൻ ഇനി വേവട്ടെ. അയ്യോ അങ്ങനെ ഇളക്കരുത്, പൊടിഞ്ഞു. അത് അങ്ങനെ ഇളക്കരുത്, അങ്ങനെ ഇളക്കി പൊടിഞ്ഞു പോകും മണിക്കുട്ട. അയ്യോ അങ്ങനെ ചെയ്യല്ലേ. വീഡിയോ കാണുന്നവർ വിചാരിക്കും നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ചീത്ത പിള്ളേരാണ്. ഓക്കെ, ഇനി അത് വേവട്ടെ. മത്തീന്റെ മുട്ട എടുത്ത് ടേസ്റ്റ് ചെയ്തു. എങ്ങനെയുണ്ട്? ഇനി ചോറിൽ കൂട്ടി കഴിച്ചു നോക്ക്, ചോറ് കൂട്ടിയിട്ട്. ഇവിടെ പരിപ്പും കുമ്പളങ്ങയും ചാറ്, ഇത് ഇന്നലത്തെ ഒരു കഷ്ണം അയല ബാക്കിയുണ്ട്. പിന്നെ ഉണക്കമീനും അച്ചാറും. ഒരു കഷ്ണം മീൻ അതിലേക്കിട്, മത്തി എടുത്ത് അതിലേക്ക് ഇട്ടിട്ട് ഒരു കഷ്ണം. ചിരി വന്നിട്ട് കഴിക്കേ, മീൻകറി കൂട്ടി കഴിക്കേ. ഇതാ മീൻ കഷ്ണം രുചി അതിലേക്ക് ഇട്ട് തരാം. വാല് ഈ മീൻ കഷ്ണം അതിലേക്ക് പിച്ച് വെച്ചിട്ട് തിന്നേ. വേഗം കഴിക്കേ. എങ്ങനെയുണ്ട്? പുളിയൊക്കെ പിടിച്ചോ? കഴിക്കടാ. ഓക്കെ, അപ്പൊ എന്താ ലാസ്റ്റ് പറയാ? ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻ്റൊക്കെ ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, ബൈ. ഓക്കെ.